ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വിക്രമും വിശുവും വിനായകനൊക്കെ അടിക്കുകയും പൊടിക്കുകയും ഇടിക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നന്ദിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മളെ കമലാമ്മ പറയുന്നുണ്ട്, വേദ ഈ വീട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പം അത് സത്യമായില്ലേ വേദ, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ വീട്ടിൽ കൊണ്ടുവരും, ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെയാണ് ആ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നടക്കണമെന്ന് അച്ഛമ്മ പറയുകയാണ്. അപ്പോൾ അതെന്താണെന്ന് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പഴയതുപോലെ അച്ഛനും മകനും സ്നേഹത്തോടു കൂടിയിട്ട് കഴിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കൊണ്ടും മകനെ കൊണ്ടും ഒരുമിച്ച് വിളക്കൊക്കെ കൊളുത്തിക്കുന്നുണ്ട്. പിന്നെ വേദയാണെന്നുണ്ടെങ്കിൽ ശ്രീജ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചിട്ട് ദീപ്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ദീപ്തി ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം വേദ തിരിച്ചറിയാണത് വിക്രത്തിനോട് പറയാണ്. നിങ്ങളോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചെക്കൻ എൻ്റെ അനിയത്തിന് വളച്ചെടുത്തിട്ടുള്ളതെന്ന് പറയാണ്. അതെന്താ അങ്ങനെയും ചോദിക്കുകയാണ് വിക്രം. എന്നോടുള്ള പക വീട്ടാൻ നിൻ്റെ അനിയത്തിന് വളയ്ക്കണേന്ന് ചോദിക്കുമ്പോൾ വിക്രം മുമ്പ് ആക്രമിച്ചിട്ടുള്ള ഏതോ ഒരുത്തനാണ് അതെന്ന് വേദ പറയാണ്. അത് വാസവൻ്റെ മകനാണെന്ന് വേദയ്ക്കും വിക്രമിന് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ വാസവൻ്റെ മകൻ വരുണാണ് വേദന അനിയത്തി ദീപ്തിനെ വളച്ചെടുത്ത് പ്രേമിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.